എന്ത് തീരുമാനം എടുക്കണം, അങ്ങോട്ട് പോകണോ പോകണ്ടേ, സംസാരിക്കണോ വേണ്ടേ, കൊടുക്കണോ, ആ സ്ഥലമായാലും ശരി വഴിയായാലും ശരി കൊടുക്കണോ വേണ്ടേ, ഇങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവ് പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ ഇല്ലാത്ത ആത്മാവല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ വ്യക്തതയുണ്ടായ വിഷയത്തെക്കുറിച്ച് കർത്താവായിരുന്നെങ്കിൽ ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ നിനക്ക് എടുക്കാനുള്ള കൃത്യ ഉത്തരം കിട്ടും. കർത്താവെ, അതുപോലെ തെളിമയുള്ള ഉത്തരങ്ങൾ കിട്ടാൻ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദുരൂഹമായ സാഹചര്യങ്ങൾ, സന്നിഗ്ധമായിട്ടുള്ള സംസാരങ്ങൾ, ഇടപാടുകൾ, അവിടെയെല്ലാം ഒരു തീരുമാനമെടുക്കാൻ, ഒരു നിലപാടെടുക്കാൻ, ഒരു സംസാരിക്കാൻ കർത്താവ് നിനക്ക് തെളിമയുടെ ആത്മാവിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്കിനി ഭാരപ്പെടുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നിൻ്റെ മക്കളെ പഠിപ്പിക്കണം, ഉന്നത വിദ്യാഭ്യാസം വേണം, അതിനുള്ള തീരുമാനം എടുക്കേണ്ട സമയമാണ്. ഗ്രൂപ്പിനെക്കുറിച്ച് സംശയമുണ്ടാകും. കുഞ്ഞുങ്ങളെ ഏത് ഗ്രൂപ്പ് എടുപ്പിക്കണം, എക്കണോമിക്സ് വേണോ, സയൻസ് വേണോ, മാത്സ് വേണോ എന്നൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്ന അനേകം മക്കൾ കർത്താവെ, ഇപ്പോഴും ഞാൻ ഈ പ്രഭാതത്തിൽ ആ മാതാപിതാക്കന്മാരെ ഇപ്പോഴ് അവരുടെ ശിരസ്സിൽ നിൻ്റെ കൈ വെക്കണം പ്രാർത്ഥിക്കുന്നു. കൃപാസനം നടന്ന 10,000 ആരാധശക്തിയാൽ അവർക്ക് ബോധോദയം ഉണ്ടാകാനും അവരെടുക്കുന്ന തീരുമാനം തെറ്റാതിരിക്കാനും അവർക്ക് അതിൻ്റെ ആത്മവിശ്വാസത്തോടുകൂടി ഇത് കറക്റ്റ് തീരുമാനമാണ് എന്ന് പറഞ്ഞ് അവർക്ക് ദൈവത്തിൻ്റെ കൃപയിലൊരു തീരുമാനം എടുക്കാൻ, മക്കളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കല്യാണത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും അവരുടെ പഠനത്തെക്കുറിച്ചും കൃത്യമായ തീരുമാനം എടുക്കാൻ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ.